ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബൈബിളിലെ ഒരു സൂപ്പർ ഹീറോ ക്യാരക്ടറിനെ കുറിച്ചാണ്. 40-ാം വയസ്സിൽ എനിക്ക് ഈ ശക്തി ഉണ്ടായിരുന്നു, ഈ 85-ാം വയസ്സിലും എനിക്ക് ശക്തിക്ക് കുറവില്ല, ഇനിയും പോരട്ടെ ശത്രുക്കൾ, ഇനിയും പോരട്ടെ മല്ലന്മാർ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് അസാമാന്യമായ ഒരു ധൈര്യത്തോടു കൂടി കർത്താവിൽ ആശ്രയിച്ച് നിന്ന ഒരു സൂപ്പർ ഹീറോ ഫിഗറാണ് ബൈബിളിലെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ബൈബിളിലെ ഒരു 2 അധ്യായങ്ങളിൽ നിന്ന് എടുത്തുകൊണ്ട് ഒരാളെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പോകണം. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ബൈബിളിൽ ഇഷ്ടം പോലെ ക്യാരക്ടേഴ്സിന് ഇഷ്ടമായിരിക്കും അല്ലേ? പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഒരുപാട് നല്ല മിടുക്കന്മാർ, വലിയ ഇൻസ്പിറേഷനായ ക്യാരക്ടേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഇന്ന് സമയം കിട്ടുവാണെങ്കിൽ ഇത് മുഴുവൻ ഒന്ന് കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ബൈബിളിലെ ഏറ്റവും ഇൻസ്പയറിങ് ആ ക്യാരക്ടർ, പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ, ആളെ ഇഷ്ടപ്പെടാനുള്ള കാരണം, 1-2 കാരണങ്ങളുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ. എനിക്ക് ഒത്തിരി പേര് ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പഴയ നിയമത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള 2 പേരെയാണ്. ഒന്ന് യാക്കോബ്, 2 ജോസഫ്. ഇന്ന് ഞാൻ നിങ്ങളോട് പരിചയപ്പെടുത്താൻ പോകുന്നത് എനിക്കിഷ്ടപ്പെട്ട 3-ാമത്തെ ഒരാളെയാണ്. കാലേബിനെ കുറിച്ച് കേട്ടിട്ടുണ്ടല്ലോ. ജോഷുവയുടെ കൂട്ടുകാരനായിരുന്നു. കാനാൻ ദേശം ഒറ്റ നോക്കാൻ വേണ്ടി മോശ അയച്ച പ്രധാനപ്പെട്ട ചാരന്മാരിൽ ഒരാളായിരുന്നു. പോയി തിരിച്ചു വന്ന് കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ ശക്തി തിരിച്ചറിഞ്ഞുകൊണ്ട് ഫൈറ്റ് ചെയ്യാൻ നിന്ന ഒരാളാണ്. 40-ാം വയസ്സിലാണ് ഇദ്ദേഹം ഈ കാനാൻ ദേശം നോക്കാൻ വേണ്ടി പോകുന്നത്. അവസാനം ഒരു വലിയ ഘട്ടത്തിലെത്തി നിൽക്കുമ്പോൾ 85-ാം വയസ്സിലും ജോഷുവയോട് കാലേബ് ഇങ്ങനെ പറയുന്നുണ്ട്, 40-ാം വയസ്സിലുണ്ടായിരുന്ന അതേ ധൈര്യം എനിക്ക് ഇപ്പോഴും ഉണ്ട്, ഞാൻ നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രായമായി സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന കാലേബ് ഉണ്ട്. ആളൊരു സൂപ്പർ ഹീറോയാണ്. നമുക്ക് 2 അധ്യായങ്ങൾ വായിച്ചാലാണ് ഇദ്ദേഹത്തെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കുക. ഒന്ന് സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായം, ഒപ്പം തന്നെ ജോഷുവയുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായം, നമ്പേഴ്സ് 13 ആൻഡ് ജോഷുവ 14. ഇത് 2 നിങ്ങൾ സമയം എടുത്ത് വായിക്കണം കേട്ടോ. കാലേബിൻ്റെ ഫാൻസ് ആയിട്ട് മാറും. സൂപ്പറായിട്ട് ഒരു ഫിഗറാണ്. പ്രത്യേകിച്ച് നമ്മൾ വായിക്കേണ്ട ഒരു കാര്യം, കാലേബിനെ അയക്കുന്ന ഒരു കാര്യമുണ്ട്. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യം ശ്രദ്ധിച്ച് കേൾക്കണേ. കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ച് പാരാൻ മരുഭൂമിയിൽ നിന്ന് മോശ അവരെ അയച്ചു. അവർ ഇസ്രായേലിലെ തലവന്മാരായിരുന്നു. അതിനകത്ത് ഒരാളാണ് 6-ാമത്തെ വാക്യത്തിൽ യൂദാ ഗോത്രത്തിൽ നിന്നുള്ള യെഫുന്നായുടെ മകൻ കാലേബ്. കാലേബ് ഏത് ഗോത്രത്തിൽ നിന്നുള്ളതാണ്? യൂദാ ഗോത്രത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെ ചെയ്തു? ഇവരോട് പറഞ്ഞു, മോശ പറഞ്ഞു, നിങ്ങൾ ആ ദേശം പോയി നോക്കണം. നമ്മൾ ബൈബിൾ വായിച്ചിട്ടുണ്ടല്ലോ, ഇതിനകത്തൊരു സ്റ്റോറി ലൈൻ നമുക്കറിയാം. കാനാൻ ദേശം പോയി നോക്കണം, അവിടുത്തെ കാര്യമൊക്കെ എങ്ങനെയാണെന്ന് അറിയണം. അങ്ങനെ ഇവർ കാനാൻ ദേശം നോക്കാൻ വേണ്ടി പോകുന്നു. അവിടെ വലിയ മുന്തിരിക്കൊല ഇങ്ങനെ വാഗ്ദാനം ചെയ്ത പോലെ തേനും പാലും ഒക്കെ ഒഴുകുന്ന ഒരു ദേശമാണ്. ഈ ആൾക്കാർ കാണാൻ പോയ ഈ ചാരന്മാർ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വരുന്നുണ്ട്. തിരിച്ചു വന്നിട്ട് മോശയുടെ അടുത്ത് പോയി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സംഖ്യാപുസ്തകം 13-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ വാക്യം, 40 ദിവസത്തെ രഹസ്യ നിരീക്ഷണത്തിന് ശേഷം അവർ മടങ്ങി തിരിച്ചു വരികയാണ്. 27-ാം വാക്യം വായിച്ചേ. അവർ അവനോട് പറഞ്ഞു, നീ പറഞ്ഞയച്ച ദേശത്ത് ഞങ്ങൾ ചെന്നു, പാലും തേനും ഒഴുകുന്ന ആളത്, ഇതാ അവിടുത്തെ പഴങ്ങൾ. 28-ാം വാക്യം നോക്കിക്കോണം. എന്നാൽ അവിടുത്തെ ജനങ്ങൾ മല്ലന്മാരാണ്. മോശയോട് ഇങ്ങനെ പറയാണ്, അങ്ങ് പറഞ്ഞയച്ചതുപോലെ, അങ്ങ് പ്രത്യാശ നൽകിയതുപോലെ തന്നെ, ദൈവം വാഗ്ദാനം ചെയ്തതുപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. പക്ഷെ ദർ ഈസ് എ പ്രോബ്ലം. അതൊരു വലിയ പ്രശ്നമാണ്. എന്താണ്? അവിടുത്തെ ആൾക്കാർ ഭയങ്കര മുട്ടന്മാരാണ്, മല്ലന്മാരാണ്. അത് അവരുടെ ഉള്ളിലൊരു ഭയം അവർ മോശയോട് പറയാണ്. ശ്രദ്ധിച്ച് കേൾക്കണം. 30-ാമത്തെ വാക്യം, മോശയുടെ ചുറ്റും കൂടി ജനത്തെ നിശബ്ദരാക്കിയിട്ട് കാലേബ് പറഞ്ഞു, നമുക്ക് ഉടനെ പോയി ആ ദേശം കൈവശപ്പെടുത്താം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. ശ്രദ്ധിക്ക്, അവർ പറഞ്ഞു ഇങ്ങനെ വലിയ മുട്ടന്മാരും മല്ലന്മാരും ഒക്കെയാണ്. ഇനി തുടർന്നുള്ള വചനങ്ങളൊക്കെ അവരത് ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടൊക്കെ പറയുന്നുണ്ട്. പക്ഷെ കാലേബ് പറയാണ്, നോ, ഇതൊന്നും ഇവിടെ ആവശ്യമില്ല, നമുക്ക് ഇതിനെ നേരിടാനുള്ള ശക്തിയുണ്ട്. ആ ശക്തി ആരാണ്? നമുക്ക് വാഗ്ദാനം ചെയ്ത, ഈജിപ്തിൽ നമ്മളെ പുറത്തേക്ക് ഇറക്കിക്കൊണ്ട് വന്ന, ഈ മരുഭൂമിയിലൂടെ നമ്മളെ നയിക്കുന്ന, നമുക്ക് വെളിച്ചം തെളിച്ചു തരുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. ആ ശക്തി നമുക്കുള്ളത് കൊണ്ട് നമുക്കിപ്പോൾ പോയി അവരെ നേരിടാമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവന്മാർ സമ്മതിക്കത്തില്ല. വചനം തുടർന്ന് വായിക്കണേ. 31-ാമത്തെ വാക്യം, എന്നാൽ അവിടുത്തെ ജനങ്ങളെ കീഴ്പ്പെടുത്താൻ നമുക്ക് കഴിവില്ല, അവർ നമ്മേക്കാൾ ശക്തന്മാരാണെന്ന് അവനോട് കൂടെ പോയിരുന്നവർ അഭിപ്രായപ്പെട്ടു. കാലേബ് പറഞ്ഞു, നമുക്ക് പോയി കീഴ്പ്പെടുത്താം. പക്ഷെ കൂടെയുള്ളവർ സമ്മതിക്കുന്നില്ല. ഒരു വചനം കൂടെ വായിച്ചേ, അടുത്ത വചനം 32. അങ്ങനെ തങ്ങൾ കണ്ട സ്ഥലത്തെക്കുറിച്ച് ജനത്തിന് തെറ്റായ ധാരണ നൽകിക്കൊണ്ട് അവർ പറഞ്ഞു, ഞങ്ങൾ ഒറ്റുനോക്കിയ ദേശം അവിടെ വസിക്കാൻ ചെല്ലുന്നവരെ വിഴുങ്ങിക്കളയുന്നതാണ്, അവിടെ ഞങ്ങൾ കണ്ട മനുഷ്യരോ അതികായന്മാർ. 33-ാം വാക്യം കൂടെ വായിച്ചോ. നെഫിലിമിൽ നിന്ന് വന്ന അനാക്കിൻ്റെ മല്ലന്മാരായ മക്കളെ ഞങ്ങൾ അവിടെ കണ്ടു, അവരുടെ മുമ്പിൽ ഞങ്ങൾ വെറും വിട്ടിലുകളാണെന്ന് തോന്നി. ഈ ജനം പറയുന്ന നോക്കിയേ, കർത്താവിൻ്റെ സ്വന്തം ജനം. അവർ പറയാണ്, ഞങ്ങളിപ്പോൾ അവന്മാരുടെ മുമ്പിൽ എന്നാണ്? വിട്ടിലിന് അത്രേ ഉള്ളത്. വിട്ടിലിനെ കണ്ടിട്ടില്ലേ? നമ്മുടെ വീട്ടിലൊക്കെ വരുന്നതല്ലേ? ഇത്രേ ഉള്ളെന്ന്. അവന്മാർ വലിയ മല്ലന്മാരാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വചനം, മുമ്പേ വായിച്ച വചനം ഒന്നുകൂടെ ഹൃദയത്തിലേക്ക് ഏറ്റെടുക്കണം. കാലേബ് പറഞ്ഞ കാര്യം നമുക്ക് ഉടനെ പോയി കൈവശപ്പെടുത്താം, അത് കീഴടക്കാനുള്ള ശക്തി നമുക്കുണ്ട്. കാലേബ് ഈ പഴയ നിയമത്തിലെ ഇത്ര ഒരു സൂപ്പർ ഇൻസ്പിറേഷണൽ ഫിഗറായിട്ട് നിൽക്കുന്ന എന്നാണെന്നറിയോ? അവൻ നോക്കിയത് ഈ മറ്റുള്ളവരെല്ലാം നോക്കി, അപ്പുറത്തെ ആൾക്കാർ, അനാക്കിമിൻ്റെ മക്കൾ വലിയ മല്ലന്മാരാണ്, നമ്മൾ വിട്ടില്ല അത്രയേ ഉള്ളൂ. പക്ഷേ കാലേബ് നോക്കിയത് എങ്ങോട്ടാണ്?
ഈ മല്ലന്മാരിലേക്കല്ല, കർത്താവിലേക്കാണ്. നമുക്കൊരു ശക്തി ഉണ്ടെന്ന് പറഞ്ഞു. എന്താണ് ആ ശക്തി? ആരാണ് ആ ശക്തി? കർത്താവാണ് ശക്തി. എന്നിട്ട് പിന്നീട് മോശ ജോഷുവയും കാലേബിനെയൊക്കെയാണ് ഇതിൻ്റെ നേതൃത്വമൊക്കെ ഏൽപ്പിക്കുക. നിയമാവർത്തനം അവസാനിക്കുമ്പോൾ നമ്മൾ കാണുന്നില്ലേ, മോശ തൻ്റെ ദൗത്യം മുഴുവൻ ജോഷുവയ്ക്ക് കൈമാറുകയാണ്. ജോഷുവ കാലേബിനോട് കൂടെ ചേർന്നിട്ടാണ് പിന്നീട് ജോർദാൻ നദി കീഴടക്കി, ജോർദാൻ നദി കടന്ന് ജെറീക്കോ പട്ടണം കീഴടക്കി ഈ കർത്താവ് വാഗ്ദാനം ചെയ്ത ദേശത്ത് താമസം ഉറപ്പിക്കുക. അങ്ങനെ താമസം ഉറപ്പിക്കുമ്പോൾ ഇസ്രായേലിലെ ഗോത്രങ്ങൾക്ക് വേണ്ടി എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇതാണ് ഈ കാലേബിൻ്റെ സ്റ്റോറിയുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയ ഒരു എപ്പിസോഡാണിത്, ഒരു ഭാഗമാണിത്. എല്ലാവർക്കും സ്ഥലം വിഭജിച്ച് കൊടുക്കുകയാണ് ജോഷുവ. അപ്പോൾ ഒരു പ്രത്യേക സ്ഥലം ഇങ്ങനെ കാലേബ് ചോദിച്ചു മേടിക്കുന്നുണ്ട്. അതൊന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കണം. കാലേബ് എങ്ങനെ ഒരു സൂപ്പർ ഹീറോ പോലെ, ഒരു ഫിഗർ പോലെ നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. ജോഷുവയുടെ പുസ്തകത്തിൽ 14-ാമത്തെ അധ്യായമാണ്. സ്ഥലങ്ങളൊക്കെ തിരിച്ചു കൊടുക്കുകയാണ്. 14-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 6-ാം വാക്യം, അതിനുശേഷം യൂദായുടെ മക്കൾ ഗിൽഗാലിൽ ജോഷുവയുടെ അടുത്ത് വന്നു. കെനീസിനായ യെഫുന്നയുടെ മകൻ കാലേബ് അവനോട് പറഞ്ഞു. 7-ാം വാക്യം, കാദേശ് ബർണിയായിൽ നിന്ന് ദേശം ഒറ്റ നോക്കുന്നതിന് കർത്താവിൻ്റെ ദാസനായ മോശ എന്നെ അയക്കുമ്പോൾ എനിക്ക് 40 വയസ്സുണ്ടായിരുന്നു. ഞാൻ സത്യാവസ്ഥ അവനെ അറിയിക്കുകയും ചെയ്തു. എന്നാൽ എന്നോടുകൂടെ വന്ന സഹോദരന്മാർ ജനത്തെ നിരുത്സാഹപ്പെടുത്തി. എന്നിട്ടും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിഞ്ചെന്നു. ആ വാക്യം അടയാളപ്പെടുത്തിയിട്ടോ, ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിഞ്ചെന്നു. ഐ ഫോളോഡ് മൈ ലോഡ്. ഇതായിരുന്നു കാലേബിൻ്റെ ആപ്തവാക്യം. ഇതായിരുന്നു അയാളുടെ ധൈര്യം. ശക്തി നമുക്കുണ്ടെന്ന് കാലേബ് പറഞ്ഞതിൻ്റെ കാര്യം എന്താണെന്നറിയോ? ഞാൻ ആരെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാലേബിനെ പോലെ ഒരു സിറ്റുവേഷനിലൊക്കെ വന്ന് നിന്നാൽ കൂടെ നിൽക്കുന്നവരെല്ലാം പറയാണ്, നമ്മളെ കൊണ്ട് പറ്റത്തില്ല, ഈ കോഴ്സ് നിന്നെ കൊണ്ട് പറ്റില്ല, ഈ ജോലി നിനക്കുള്ളതല്ല, ഈ രാജ്യത്ത് പോയാൽ നീ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ ഉള്ളിൽ ഒരു ശക്തി ഉണ്ടാവണം. എന്ത് ശക്തിയാണ്? എന്ത് വന്നാലും നേരിടാനുള്ള ഒരു ആത്മവിശ്വാസം ഒന്നുമല്ല. അത് ചിലപ്പോൾ ഒരു ബലൂണിട്ട് ഒരു കുത്തു കിട്ടുന്ന പോലെ പൊട്ടി തകർന്നു പോകാം. കാലേബിന് ഉണ്ടായ പോലെ ഒരു ശക്തി നമുക്ക് വേണം. കാലേബിന് ഉണ്ടായ ശക്തി എന്താണ്? ഐ ഫോളോ മൈ ലോഡ്. ഞാൻ എൻ്റെ കർത്താവിനെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. വചനം നോക്കിക്കേ, മറ്റുള്ളവരെന്നെ നിരുത്സാഹപ്പെടുത്തി, എന്നിട്ടും ഞാൻ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായി പിഞ്ചെന്നു. കംപ്ലീറ്റ്ലി ഐ ഫോളോഡ് ഹിം. വചനം ഒന്നുകൂടെ എടുത്ത് പറയുന്നുണ്ട്. 9-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, എന്തെന്നാൽ എൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണമായും നീ പിഞ്ചെന്നിരിക്കുന്നു. മോശയും നേരത്തെ കാലേബിന് ഒരു അപ്രൂവൽ കൊടുക്കുകയാണ്, നീ കർത്താവിനെ പിഞ്ചെന്നു. ശക്തി എവിടെയായിരുന്നെന്ന് മനസ്സിലായോ? ബുദ്ധിയിലല്ല, മസിൽ പവറിലല്ല, മൈൻഡിലല്ല, ആത്മവിശ്വാസത്തിലല്ല. ആരുടെ പിന്നാലെ നടക്കുന്നതെന്ന് കാലേബിന് നല്ല ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ ശക്തിപ്പെട്ട് മുന്നോട്ട് നീങ്ങി. ഇനി എങ്ങനെ ശ്രദ്ധിച്ചേ, 11-ാമത്തെ വാക്യം, 10-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, എനിക്ക് ഇപ്പോൾ 85 വയസ്സായി. മുമ്പേ പറഞ്ഞ ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? 45 വർഷത്തിന് ശേഷമാണ് ഈ ഒരു ഭാഗം നടക്കുക. ഇപ്പോൾ എനിക്ക് 85 വയസ്സായി. മോശ എന്നെ അയച്ചപ്പോൾ ഉണ്ടായിരുന്ന അതേ ശക്തി ഇപ്പോഴും എനിക്കുണ്ടെന്ന് പറയും. നിങ്ങൾ ഓർത്ത് നോക്കിയേ, 40 വയസ്സിലുണ്ടായിരുന്ന അതേ ശക്തി 85. നോക്കത് മസിൽ പവർ അല്ല, അയാളുടെ ആയോധന കലകളിലുള്ള അയാളുടെ അഭ്യസ്ത ചിന്തകളല്ല, അങ്ങനെയൊക്കെയാണോ അതിന് പറയണേ? കലകളിലുള്ള അയാളുടെ എക്സ്പെർട്ടൈസ്, അയാളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്നും അല്ല. അയാളുടെ മുമ്പിൽ ഒരൊറ്റ ശക്തി ഉണ്ടായിരുന്നു. 40-ാം വയസ്സിൽ ഞാൻ ആരെ ഫോളോ ചെയ്തോ ആ ആളെ തന്നെ ഞാനിപ്പോൾ 85-ാം വയസ്സിലും ഫോളോ ചെയ്യുകയാണെന്ന്. അന്ന് പറഞ്ഞു എനിക്ക് ശക്തിയുണ്ട്, ഇന്ന് പറയുന്നു എനിക്ക് അതേ ശക്തിയുണ്ട്. എന്ന് വെച്ചാൽ 85-ാം വയസ്സിൽ ആരോഗ്യം പോകുന്നതിനെ കുറിച്ചല്ല, 85 വയസ്സിൽ പഴയ 40-ൻ്റെ ചുറുചുറുക്കിനെ കുറിച്ചല്ല. 40-ാം വയസ്സിൽ ഞാൻ ഫോളോ ചെയ്ത് കർത്താവിനെയാണ്. 85-ാം വയസ്സിൽ ഞാൻ എൻ്റെ കർത്താവിനെ ഫോളോ ചെയ്യുന്നു. ശക്തി എനിക്കുണ്ടെന്ന്. അടുത്ത വചനം ശ്രദ്ധിച്ചേ, യുദ്ധം ചെയ്യാനും മറ്റെന്തിനും അന്നത്തെ ശക്തി ഇന്നും എനിക്കുണ്ട്. 12-ാം വാക്യം, ആകയാൽ കർത്താവ് അന്ന് പറഞ്ഞ ഈ മലമ്പ്രദേശം എനിക്ക് തന്നാലും പ്രബലരായ ഈ വലിയ പട്ടണങ്ങളോട് കൂടിയതും അനാക്കിമുകൾ വസിക്കുന്നതുമാണ് ഈ സ്ഥലമെന്ന് നീ കേട്ടിട്ടുണ്ടല്ലോ. കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ അവിടുന്ന് എന്നോട് പറഞ്ഞിട്ടുള്ളതുപോലെ ഞാൻ അവരെ ഓടിച്ചു കളയും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോശുവ എല്ലാവർക്കും സ്ഥലങ്ങൾ വിഭജിച്ച് കൊടുക്കുമ്പോൾ കാലേബ് വോളണ്ടിയർ ആയിട്ട് അങ്ങോട്ട് കയറി ചെന്നിട്ട് പറയാണ്, എനിക്ക് ഈ സ്ഥലം തന്നാൽ മതി. ഏത് സ്ഥലം? ഈ അനാക്കിമുകൾ, ഈ മല്ലന്മാരുള്ള സ്ഥലത്ത് ഞാൻ നിന്നോളാം. ബാക്കി എല്ലാവരും ഓർക്കണേ, ആ പഴയ എപ്പിസോഡിൽ 45 വർഷം മുമ്പ് അവിടെ അനാക്കിമുകളുണ്ട്, അനാക്കിമിൻ്റെ മക്കളുണ്ട്, അവർ വലിയ മല്ലന്മാരാണ്, ഞങ്ങൾ വിട്ടിലുകളെ പോലെയാന്നൊക്കെ പറഞ്ഞപ്പോൾ ശക്തി ഉണ്ടെന്ന് പറഞ്ഞ കാലേബ് ഇതാ ഈ 85-ാം വയസ്സിലും പറയാണ്, പിള്ളേർക്ക് പേടിയാണ്, 85 വയസ്സാണ്, പക്ഷേ എനിക്ക് പവറുണ്ട്, കർത്താവിൻ്റെ പവർ. അതുകൊണ്ട് ഇവന്മാരി പേടിക്കുന്ന ഈ അനാക്കിമുകളുള്ള സ്ഥലം തന്നെ എനിക്ക് തന്നാൽ മതി. കർത്താവ് എൻ്റെ കൂടെയുണ്ട്, കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇതിലും വിജയിച്ച് കയറുമെന്ന് കാലേബ് പറയാണ്. നിങ്ങൾ സമയം എടുത്തിട്ട് വായിക്കണം കേട്ടോ. ഈ കുറച്ച് സമയം കൊണ്ട് ഞാൻ എങ്ങനെയാണ് കുറേ പറഞ്ഞു തരുന്നത്. ഇന്ന് രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇത് വായിക്കുക. പറ്റുമെങ്കിൽ നാളെ രാവിലെയും ജോലിക്കോ പഠനത്തിനോ ഒക്കെ പോകുമ്പോൾ കാലേബിൻ്റെ ഈ ഫിഗർ ഒന്ന് നന്നായിട്ട് മനസ്സിൽ കൊണ്ടുവരിക, നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കുക. കർത്താവെ, കാലേബിനുണ്ടായിരുന്ന പോലെ ഒരു ശക്തി എനിക്ക് 20-ാം വയസ്സിൽ കർത്താവിനെ ഫോളോ ചെയ്യണം. 40-ലും 60-ലും 80-ലും
അതേ ശക്തിയോടുകൂടി എനിക്ക് മുമ്പോട്ട് നീങ്ങണമെന്ന് പറയുക. ഓർക്കുക, നമ്മുടെ ശരീരത്തിൻ്റെ ഘടനയോ നമ്മുടെ ശാരീരിക ക്ഷമതയോ നമ്മുടെ ആരോഗ്യമോ ഒന്നുമല്ല, രോഗങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചൊന്നുമല്ല. എന്ത് രോഗങ്ങൾ, എന്ത് വേദനകൾ വന്നാലും, എന്ത് അനാക്കിമകൾ വന്നാലും, ചുറ്റും നിൽക്കുന്നവരൊക്കെ നീയൊക്കെ വിട്ടിൽ പോലെ ഉണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ഉള്ളിലൊരു ശക്തി ഉണ്ടെന്ന് പറയാൻ വേണ്ടി 40-ാം വയസ്സിൽ 85-ാം വയസ്സിൽ നമുക്ക് പറ്റണം. ആ ശക്തി ഈശോയാണ്. അങ്ങനെ പറയാൻ നിങ്ങൾക്ക് പറ്റട്ടെ. ധൈര്യമായിട്ടിരിക്കണം. കർത്താവ് കൂടെയുണ്ട്. ഈ അനാക്കിമകളെ നമ്മൾ ഓടിക്കും. ഈശോയുടെ കൃപയിൽ അനുഗ്രഹത്തോടെ ഈ രാത്രി കിടന്നുറങ്ങുക. നാളെ ശക്തിപ്പെട്ട് എഴുന്നേൽക്കുക. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.